ഓക്കെ. നമ്മള് അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡേറ്റ മോഡലിംഗ് ആണ്. അപ്പം നമ്മൾ അതിൽ പറഞ്ഞു ഡേറ്റ മോഡലിംഗ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ടേബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ബാക്ക് എൻഡിൽ ടേബിൾസിനെ തമ്മിൽ മേർജ് ചെയ്തായിരുന്നു. ഓക്കെ. വേറൊരു ടേബിളിൽ നിന്ന് നമുക്ക് വാല്യൂസിനെ മീൻസ് കോളത്തിന് വേറൊരു ടേബിളിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന് പകരം മേർജ്ഡ് ടേബിൾസ് ചെയ്താൽ പോരെ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടോ, നമ്മളുടെ ആ ഒരു ടേബിൾ എന്ന് പറയുന്നത് എന്താ, ടേബിളിന്റെ ലെങ്ത് കൂടി കൂടി വരിക. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോ എന്താ, നമുക്ക് ഇങ്ങനെ ടേബിൾസിന്റെ ഇത് മീൻസ് ആ കോളംസ് കൂടി വരുമ്പം നമുക്ക് കുറെ അതിൽ അനാവശ്യം മീൻസ് നമുക്ക് ആവശ്യം ഇല്ലാത്ത കോളംസും അതിലുണ്ടാവാം. ഓക്കെ. പിന്നെന്ന് പറയുമ്പോ എന്താ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർ സിഗ്നിഫിക്കൻറ്റ്ലി മോർ മെമ്മറി ആവശ്യമാണ്. ഓക്കെ. പിന്നെന്താ, പ്രോസസ്സിംഗ് പവർ, അതായത് പ്രോസസ്സിംഗ് പവർ ടു അനലൈസ് കമ്പയർ ടു എ റിലേഷണൽ മോഡൽ വിത്ത് മൾട്ടിപ്പിൾ സ്മോൾ ടേബിൾസ്. അപ്പം നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പം അത് എന്താ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അപ്പം മെർജ്ഡ് ടേബിൾസ് നമുക്ക് ചെയ്യാം, ചില കേസിൽ ചെയ്യാം. ഇപ്പം കുറച്ച് കോളംസ് ഉള്ളപ്പോൾ ഒക്കെ നമുക്ക് മെർജ്ഡ് ടേബിൾസ് ചെയ്യാം. പക്ഷെ ഒന്നിലധികം ടേബിൾസിനെ തമ്മിൽ മൊത്തത്തില് ആ കോളംസ് മൊത്തം കണക്ട് ചെയ്യുമ്പം നമുക്ക് അത്രയും സ്പേസും പോവാണ്. പിന്നെന്താ, നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കോളംസ് ആഡ് ചെയ്യുകയും ചെയ്യാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ.